ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മെഷർ മാത്തിൽ 5ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മെഷർ മാത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു സെൻറ്റിമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ്. റൈറ്റ് ഇറ്റ് ഇൻ എ ഫ്രാക്ഷൻ, അത് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതണം. റൈറ്റ് ഇറ്റ് ഇൻ മില്ലിമീറ്റേഴ്സ്, ഇത് മില്ലിമീറ്റേഴ്സിലേക്കും എഴുതണം. ഈ 4.5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെസിമൽ നമ്പറാണ്. പോയിൻ്റ് വന്നത് കൊണ്ട് തന്നെ അതൊരു ഡെസിമൽ നമ്പറാണ്. അതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, ഫസ്റ്റ് നമുക്കത് നോക്കാം. ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുമ്പം ആദ്യം നമുക്ക് ന്യൂമറേറ്റർ എഴുതാം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിൽ മുകളിൽ വരുന്ന നമ്പറാണ്. ഇവിടെ പോയിൻറ്റിന് ശേഷം ആരാണ് വരുന്നത്? 5 അല്ലേ? സോ 5 ആണ് നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് വരിക. ഇനി ഡിനോമിനേറ്റർ അടിയിൽ പോയിൻറ്റിന് ശേഷം എത്ര നമ്പർ വന്നു? ഒരു നമ്പറല്ലേ വന്നിട്ടുള്ളൂ, 5 മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഡിനോമിനേറ്ററായിട്ട് 10 ഉള്ള ആൾ വരും. അത് 10 അല്ലേ? സോ ഇവിടെ നമുക്ക് 5/10 കിട്ടി. ഇനി നമ്മുടെ പോയിൻറ്റിൻ്റെ മുൻപേ വന്ന ആളില്ലേ, 4 ഇല്ലേ, ആ 4 ആണ് ഹോൾ നമ്പർ ആയിട്ട് വരിക. അപ്പോൾ ആദ്യം നമ്മൾ 4 എഴുതണം. സോ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4 5/10 ആണ്. ഇനി നമ്മളടുത്ത് ചോദിച്ചത് മില്ലിമീറ്റേഴ്സിലേക്ക് എഴുതാനാണ്. 4.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞതിനെ മില്ലിമീറ്ററിൽ മാത്രമായിട്ട് എഴുതണം. നമുക്കറിയാം 4.5നെ 5 എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്, 4 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടും, ഈ 4ഉം 4 സെൻറ്റിമീറ്റർ എന്നുള്ളതും നമ്മൾ മില്ലിമീറ്ററിലേക്ക് എഴുതണം. അത് സിമ്പിളാണ്. നിങ്ങൾ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പോയിൻ്റ് ഒഴിവാക്കിയാൽ മതി. അന്നപ്പം നമുക്ക് 45 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. സോ ഫ്രണ്ട്സ്, ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് പോയി കാണുക. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.